ഈ രാജ്യം പിറന്നത് തന്നെ മതം പ്രസവിച്ച രാജ്യമാണ്, ജാതി തിമിർത്ത രാജ്യമാണ്. അവിടെ എന്തിനു ഭരണഘടന അത് എഴുതി വെച്ചു എന്ന് ചോദിക്കുന്നത് വളരെ വിചിത്രമായ ചോദ്യം. കേരളം മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത്. ആര് പറഞ്ഞു? അറിവാണ് കേട്ടോ. തിരുത്തണം. ഞാൻ അത്രയും അറിവില്ലാത്ത ഒരാളാണ്, ഞാൻ പറഞ്ഞല്ലോ. സാറിന് മാത്രമേ കാണാൻ പറ്റൂ. ഫസ്റ്റ് സാറിനാണ്. ജാതി സംബന്ധത്തിൽ അങ്ങനെയല്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഒരു സർവീസിൽ നിങ്ങളുടെ ഒരു ജാതിക്കാരൻ കയറുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഗുണം? സാർ ഇങ്ങനെ സംസാരിക്കരുത്. ഒരു കാര്യം പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. അയാൾ നിങ്ങൾക്ക് വേണ്ടി അഴിമതി നടത്തും. അല്ലല്ല, ആ കോണ്ടെക്സ്റ്റ് തെറ്റാണ് സാർ. അതുപോലും പറഞ്ഞത് തെറ്റാണ്. നിങ്ങളുടെ ഒരാൾ അവിടെ വരുന്നത് അഴിമതി നടത്താനാണോ ഞാൻ ചോദിച്ചു, അതിന് മറുപടി നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് തെറ്റാണോ? ആ തെറ്റാണ്. അഴിമതി നടത്താനാണോ ഇപ്പൊ ഈ കണ്ട ആൾക്കാർ? എന്തിനാണ് ഈ പ്രാതിനിധ്യം ഉദ്ദേശിക്കുന്നത്? എനിക്കും കാണാം നിങ്ങൾക്കും കാണാം എന്നുള്ളതാണ് സംബന്ധം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അന്ധവിശ്വാസം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന ഏതിനെയൊക്കെയാണ്? ഇസ്ലാം ആൻഡ് കമ്മ്യൂണിസ്റ്റ്. നാളെ ഇന്ത്യ എന്നൊരു രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുകയാണ്. സംഘപരിവാർ സംഘടനകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയ സംഹിതകളും നിലപാടുകളും ആദ്യത്തെ ഒരു 20 എണ്ണം പറഞ്ഞു നോക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ അനുകൂലിക്കുന്നത് നിങ്ങളിപ്പോൾ സമ്മതിക്കാമെങ്കിൽ ഞാൻ ഓക്കെയാണ്. അല്ല, നമുക്ക് ആ ക്വസ്റ്റിനെ അങ്ങോട്ട് ഞാൻ റേസ് ചെയ്യാം. കാരണം എനിക്കത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞു സ്ഥാപനമൊക്കെ. മുസ്ലിങ്ങൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്നൊരു വാദം ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ മുസ്ലിങ്ങൾ അല്ലാതെ ചെയ്യുന്നുണ്ടല്ലോ. പറയുന്നത് ഈക്വൽ ആയിട്ട് ഇന്നും കാട്ടിൽ കിടക്കുന്ന ട്രൈബ്സിന്റെ ഇടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു 3 സെന്റ് പോലും ഇല്ലാത്ത കോളനി കിടക്കുന്ന മനുഷ്യരോട് കൂടി നിങ്ങൾ പറയുന്നത് സംവരണം നിർത്തണം എന്ന് പറയുന്നത് എത്ര ലോജിക്കില്ലാത്ത കാര്യമാണ് പറയുന്നത്. അവരുടെ പ്രാതിനിധ്യം എവിടെ? അവരുടെ പ്രാതിനിധ്യം എവിടെ? സാറേ, അതായത് അതുകൊട്ടെ, നമ്മളുടെ ഈ ചർച്ച പോലും കാണുന്ന ആളുകളിൽ എങ്ങനെയാണ് ചിലപ്പോൾ എന്നെ ഇടിക്കാനായിരിക്കും ആൾക്കാർ ഉപയോഗിക്കുന്നത്. എനിക്ക് പേടിയുണ്ട്. കാരണം ജാതി സംവരണം നിർത്തലാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ജാതി അടിസ്ഥാനമാകാൻ പാടില്ല. ഓക്കെ 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 നമുക്ക് സംസാരിക്കാം കുറച്ചുകൂടെ. ഞാനതുകൂടെ വേറൊരു കാര്യം കൂടെ ഓർത്തില്ല, ഞാനും മറന്നു പോകും. അതുകൊണ്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊട്ടാകെ പല വിധത്തിലെ ജാതി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും കോടതി അടക്കം ഇവർ ജാതിയാലാണ് ഇത്തരം ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ജോലി. ഈ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ ശ്യാംകുമാർ സാറിൻ്റെ കേസ് ഇപ്പോഴും കോർട്ടിൽ നടക്കുവാണ്. അദ്ദേഹത്തിൻ്റെ റിസർവേഷൻ ഇപ്പോൾ സാർ PSC എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അട്ടിമറിക്കപ്പെട്ടതും ഒക്കെ ആയിട്ട് വെച്ചിട്ടാണ് ശ്യാം സാറിൻ്റെ പോലും നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരിടത്ത്, ഈ കോടതി പോലും കണ്ടെത്തിയ ഒരു സ്ഥലത്ത് അതിനൊരു സൊല്യൂഷൻ എത്തിയിട്ടില്ല. അതായത് ഇതിലൊരു സൊല്യൂഷൻ എത്താത്ത ഒരു കാര്യവും നടക്കാത്തൊരു സമയത്താണ് പറയുന്നത് സംവരണം അങ്ങ് നിർത്തിക്കോളാൻ. സംവരണം നിർത്തിയില്ല എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ സർവ്വജാതി സംവരണം വരും. നിങ്ങൾക്കിപ്പോൾ ആർക്കൊക്കെ സംവരണം കൊടുക്കണം? ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 14 പറയാണ് എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞിട്ട്. സംവരണം ഇല്ലാത്ത ആർക്കാണ്? കുട്ടികൾക്ക് സംവരണമുണ്ട്, സോഷ്യൽ പ്രൊട്ടക്ഷൻ പ്രിവിലേജ് ഉണ്ട്, സ്ത്രീകൾക്കുണ്ട്, ഇപ്പോൾ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണമൊന്നുമില്ല. OBC ഉണ്ട്, ബേസിക്കലി SC/ST ഉണ്ട്, EWS ഫോർവേഡ് കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കുണ്ട്. സർവ്വ ആളുകൾക്ക് സംവരണം കൊടുക്കുക. ഇതിൽ ഒരു ലിസ്റ്റിലും വരാത്ത ആളുകൾ സോ സ്പെഷ്യൽ ആയിരിക്കും. മീൻസ് യു ആർ നോട്ട് എ ചൈൽഡ്, യു ആർ നോട്ട് എ വുമൺ, യു ആർ നോട്ട് ആൻ OBC, യു ആർ നോട്ട് ആൻ SC/ST, യു ആർ നോട്ട് ആൻ EWS. അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? കാണും. വാട്ട് അബൌട്ട് ദം? അവർക്ക് സംവരണം കൊടുക്കണം അല്ല, ഞാൻ ചോദിച്ചാണ്. സംവരണമാണ് ഒരു. അപ്പൊ ഈ സംവരണം കൊണ്ട് ശരിക്കും സംവരണം എന്തായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പറയാം, ഭരണഘടന, നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അവർ അഭിമാനത്തോടെ പറയുന്നതാണ്. ഇറ്റ്സ് നല്ല ഏറ്റവും എഴുതപ്പെട്ടതും ഏറ്റവും ബൃഹത്തായതും ഇത്രയും ബ്രില്യൻറ്റോടുകൂടി മേക്ക് ചെയ്തതാണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ സംവരണം എന്നൊരു വസ്തുത അത്ര സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമാണോ? അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അന്നുള്ള ആൾ അത് ചിന്തിച്ചെഴുതിയത്? എന്തുകൊണ്ടാണ്? അപ്പൊ എന്താണ് സംവരണം അടിസ്ഥാനമാക്കുന്നത്? എന്താണ് സംവരണ? ഇന്ത്യയിലാണ് സംവരണ ഭരണഘടന ഉണ്ടാകുന്നത്. അത് SC/STകൾക്ക് മാത്രമാണ് സംവരണ ഭരണഘടന, സംവരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഈ SC/STക്ക് മാത്രമല്ല, ഇപ്പോൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ EWS വരെ ഉണ്ട്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ അമെൻഡ്മെന്റ് അല്ല പറഞ്ഞത്. അന്ന് പോലും SC/ST, ദെൻ SC/STയിൽ ഇത്ര പേർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഇത്ര പെർസെൻറ്റേജ് ചെയ്യാൻ പറ്റുള്ളൂ. 50% താഴെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന OEC എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെയും കൂടെയാണ് OBCനെയും കൂടെയാണ് OECനെയും കൂടെയാണ് എന്ത് ചെയ്തത്? വേറൊരു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. OEC എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള OEC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി, OEC ക്ഷമിക്കണം, തെറ്റിപ്പോയതാണ്. OEC അവരെയും കൂടെ കുറിച്ചിട്ട്. കാരണം അതെന്താ ഈ ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിങ്ങളിലെ മുന്നോക്ക മുസ്ലിങ്ങൾ EWSലാണ് വരുന്നത്.
EWS സംവരണം എന്ന് പറയുന്ന മുസ്ലിം സംവരണം ബേസിക്കലി ഇന്ത്യയിൽ. നമുക്ക് EWCയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സംവരണത്തെക്കുറിച്ച് ആദ്യത്തെ, അതായത് നമ്മൾ സംവരണം ശേഷമാണല്ലോ EWC ഇപ്പോഴാണല്ലോ വന്നത്, അതും കേരളം മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത്. ആര് പറഞ്ഞു? അല്ല, എൻ്റെ ഒരു അറിവാണ് കേട്ടോ. തിരുത്തണം. ഞാൻ അത്രയും അറിവില്ലാത്ത ഒരാളാണ്, ഞാൻ പറഞ്ഞല്ലോ, അത്ര അറിവില്ലാത്ത ഒരാൾ തന്നെയാണ്. തിരുത്തി തന്നെ പോകണം. എൻ്റെ കാരണം കേരളത്തിൽ നടപ്പിലാക്കിയ സാഹചര്യമൊക്കെ വേറെ, രാഷ്ട്രീയം അത് പോട്ടെ. നമുക്ക് ആദ്യം സംവരണത്തെ കുറിച്ച് സംസാരിക്കാം. ദെൻ അതിനുശേഷം വന്ന് EWCനെ കുറിച്ച് സംസാരിക്കാം. സംവരണം എന്താണെന്ന് ചുമ്മാ എന്തായിരിക്കാം അന്നവർ ആ ഭരണകർത്താക്കൾ ഉദ്ദേശിച്ചതെന്ന് ചുമ്മാ എനിക്കൊന്ന് പറഞ്ഞു. സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രൊട്ടക്ഷൻ, എക്സ്ട്രാ പ്രിവിലേജ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ഈ സംവരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, അതിപ്പോൾ നമ്പൂതിരി ആയിക്കോട്ടെ, SC/ST ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സമൂഹത്തിൽ എക്സ്ട്രാ പ്രിവിലേജ്, ഇമ്മ്യൂണിറ്റി, ക്രൈമുകൾക്കെതിരെയുള്ള അല്ലെ ക്രൈമുകൾ അവർക്കെതിരെയുള്ള ക്ലെയിംസ്, വിക്ടിംഹുഡ്, ഇതിനെല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു അസമത്വം നിങ്ങൾ ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ അതിലേക്ക് പോകുന്നതിന് എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സംവരണം എന്താണ്? കുഞ്ഞു കൊച്ചു നമ്മുടെ ഡിബേറ്റ് കേൾക്കുക. നമ്മുടെ ഒരു കൊച്ചു, അതായത് അന്നത്തെ കാലത്ത് 51 സംവരണം ഭരണഘടനയിൽ എഴുതി ചേർത്തത് എന്തിനു വേണ്ടി? ചുമ്മാ അത് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവർക്കൊക്കെ മനസ്സിലായി. എനിക്ക് ചുമ്മാ ഒരു മനസ്സിലാവുന്ന ഭാഷ. നമ്മളുടെ ഈ സ്പെഷ്യൽ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്, അതറിയാമല്ലോ. അറിയാം. അപ്പം ഈ ജാതി മത അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പൊളിറ്റിക്കൽ ബാർഗൈനിങ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരോ വിഭാഗങ്ങൾക്ക്. ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറുമായിട്ടുള്ള ഒരു വിഷയം, അതാണ് അവസാനം സംവരണത്തിൽ കമ്മ്യൂണൽ അവാർഡ് വരാൻ കാരണം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അംബേദ്കർ ചോദിച്ചാണ്. അംബേദ്കർ ചോദിച്ചത് സംവരണമല്ല, അംബേദ്കർ ചോദിച്ചത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംവരണം വരുന്നത്. അപ്പം ഇത് ഈ ജാതി മതങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗൈൻ ചെയ്ത് ഓരോരുത്തർക്ക് സംവരണം ചെയ്തു പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ രാജ്യം പിറന്നത് തന്നെ മതം പ്രസവിച്ച രാജ്യമാണ്, ജാതി തിമിർത്ത രാജ്യമാണ്. അവിടെ എന്തിനു ഭരണഘടന അത് എഴുതി വെച്ചു എന്ന് ചോദിക്കുന്നത് വളരെ വിചിത്രമായ ചോദ്യമാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരാൾക്ക് സംവരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ് നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞു കൊടുക്കുന്നത്? അത് സംവരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പ്രിവിലേജ് ഒരു വിഭാഗത്തിന് കൊടുക്കുന്നു, അതല്ലേ സംവരണം? ഒരു വിഭാഗത്തിനല്ല സാറേ, എല്ലാ വിഭാഗത്തിനും ഉണ്ട്. അങ്ങനെയല്ല സാറേ. ശരിക്കും സംവരണം എന്നുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത് സംവരണത്തെ കുറിച്ചല്ല, നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത് നമുക്കെല്ലാം പല പൊക്കവാ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് നോക്കണം. ചിലപ്പോൾ സാറിനായിരിക്കും ഏറ്റവും കൂടുതൽ പൊക്കം, സാറിന് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എനിക്ക് പൊക്കമില്ല. ഓക്കെ, എന്നെ കഴിഞ്ഞ് പൊക്കം കൂടിയവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ടുള്ള പലകകൾ തരണം പൊങ്ങി കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ കാണുന്ന അതേ കാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ കാണണം. അപ്പം എന്തുണ്ടാവണം? എനിക്ക് അതിനനുസരിച്ചുള്ള തട്ട് തന്ന് അത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ട തട്ടുകളായിരിക്കും, പൊക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിമ്പിളായിട്ടാണ് പറയുന്നത്. അത് വെച്ച് കാണുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് എന്തായിരിക്കും? ഒരേ കാഴ്ചയായിരിക്കും. അത് പ്രാതിനിധ്യമാണ്. ഓക്കെ, ഞാനതാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷെ സാറിന്റെ പല ചർച്ചകളിലും സാറ് സംവരണം ഇല്ലാതാക്ക് എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അടുത്ത കാര്യം, ഇതൊരു പഴയ സംവരണത്തിന്റെ ഒരു കാർട്ടൂൺ അല്ലേ? കാർട്ടൂൺ അല്ല, ഇത് ഈ പടം ഒരു വർഷമല്ല, പല വർഷമുണ്ട്. ഈ 2 പടങ്ങളും വിട്ടേക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സാധനം തന്നെ പല ഹൈറ്റ്സ് ഉണ്ട്. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ പൊക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളെ പൊക്കുമ്പോൾ ഞാൻ അതിന് യോജിക്കുന്നു, നിങ്ങൾക്ക് അത് കാണണം. പക്ഷേ സംവരണത്തിൽ സംഭവിക്കുന്നത്, ജാതി സംവരണത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾ പൊക്കി അവിടെ എത്തുമ്പോൾ എനിക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഞാൻ പോകുന്നു, എനിക്കത് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സാറിന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സാറിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, നിങ്ങളെ പൊക്കിക്കൊണ്ടുവരണം. അവിടെ ഓക്കെ ആണല്ലോ, നിങ്ങൾക്കും കാണാം എനിക്കും കാണാം എന്നുള്ള അവസ്ഥയല്ലേ വേണ്ടത്? ജാതി സംവരണത്തിൽ അങ്ങനെയല്ല, എനിക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. സാർ ഇങ്ങനെ സംസാരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ സാറിനെ പഠിപ്പിക്കുന്നതല്ല, തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഒന്നാമത് ഈ കാർട്ടൂണിനെ കുറിച്ചുള്ള ഇത് പറയാൻ ഡീബങ്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. നിങ്ങൾ പൊക്കം കുറഞ്ഞു, നിങ്ങളുടെ പൊക്കമല്ല, നിങ്ങളല്ല, ഞാനൊരു അപ്പം എനിക്ക് കാണാൻ പറ്റും, അപ്പം നിങ്ങളെ എൻ്റെ ഒപ്പം ഉയർത്തിക്കൊണ്ട് വരുന്നു, എനിക്കും കാണാം നിങ്ങൾക്കും കാണാം എന്നുള്ളതാണ് സംവരണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, നിങ്ങളുടെ അന്ധവിശ്വാസം. സാറേ, ഞാൻ അതല്ല പറഞ്ഞു വന്നേ. അതായത് പ്രാതിനിധ്യമാണ്. അതായത് അന്നത്തെ കാലത്ത് നമ്മൾക്ക് സ്വാതന്ത്ര്യം പറയട്ടെ സാറേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എന്തിനാണ് നിങ്ങളുടെ ജാതിയെ പ്രാതിനിധ്യം ചെയ്യുന്ന ഒരാള് നിങ്ങളെ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുക. അത് ഞാൻ പറഞ്ഞോട്ടെ. ഒരു സർവീസിൽ നിങ്ങളുടെ ഒരു ജാതിക്കാരൻ കയറുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഗുണം? അത് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. അയാൾ നിങ്ങൾക്ക് വേണ്ടി അഴിമതി നടത്തുമോ? ഞാൻ പറഞ്ഞോട്ടെ. അനുകൂലമായി പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞോട്ടെ. അത് പ്രവർത്തിക്കണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ഓക്കെ, അതായത്
ഒരു നമ്മൾ പറയാം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിക്കുന്ന ഒരിടത്ത് നമ്മൾ സിമ്പിളാണ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജോലി വരെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു അന്ന് വരെ പറയുന്ന ശൂദ്ര കമ്മ്യൂണിറ്റി വരെയുള്ളൂ വിസിബിലിറ്റി ഉള്ള കമ്മ്യൂണിറ്റി ഉള്ളൂ. അതിനുശേഷം ഒരു മനുഷ്യർക്കും വിസിബിലിറ്റി ഇല്ല. അപ്പോൾ അവരുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ അന്ന് ജോലിയിലും ഇതിൽ വരുന്നത്. പിന്നീട് അവരുടെ ഫാമിലിയിലുള്ളവരെ പിടിച്ച് കയറ്റി പോകുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിസിബിലിറ്റി ഇല്ലാത്ത കമ്മ്യൂണിറ്റിക്ക് കയറി വരണമെങ്കിൽ സ്റ്റെപ്പുകൾ കുറേ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സംവരണം കൊടുത്തത്. അതായത് എല്ലാ മേഖലയിലും അഴിമതി നടത്താനല്ല ഒരാളെ ആ ഗ്രൂപ്പിലേക്ക്. എൻ്റെ ഒരാൾ അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രൈബലോ SC/ST അല്ലെങ്കിൽ ഏത് കാസ്റ്റിലോ ഒരാൾ അവിടെ വരുന്നത് അഴിമതി നടത്താനല്ല. അത് സാറ് പറഞ്ഞ വേർഡ് തന്നെ ഭയങ്കര തെറ്റാണ്. നമ്മൾ അല്ലല്ല ആ കോണ്ടെക്സ്റ്റ് തെറ്റാണ് സാർ. അതുപോലും പറഞ്ഞത് തെറ്റാണ്. നിങ്ങളുടെ ഒരാൾ അവിടെ വരുന്നത് അഴിമതി നടത്താനാണോ? തെറ്റാണ്. ആ തെറ്റാണ്. അഴിമതി നടത്താനാണോ ഇപ്പൊ ഈ കണ്ട ആൾക്കാർ മുഴുവൻ ജോലി വാങ്ങിക്കുന്നത്? എന്തിനാണ് ഈ പ്രാതിനിധ്യം ഉദ്ദേശിക്കുന്നത്? ഉദാഹരണമായിട്ട് സർക്കാർ സർവീസിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, ഞാൻ പറയാം എന്റെ കമ്മ്യൂണിറ്റിക്ക് ഇത്ര പ്രാതിനിധ്യം വേണമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? സാറേ ഇത് പറയുന്നതല്ല, ഇവിടെ അതാണ് സമത്വം എന്ന് പറയുന്നത്. നമ്മൾ വിഭാവനം ചെയ്യുന്ന സമത്വം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഒരു സാധനം ഈക്വൽ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ടുള്ള അവകാശാധികാരങ്ങളും പദവികളും ഒന്നായ പോരെ? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും വേറെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സാറേ അങ്ങനെയല്ല. ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് സമമായിട്ട് എത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നിടത്താണ്. അപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ മാത്രമെന്നല്ല, എന്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഞാൻ പറയാം മഹാനായ അയ്യങ്കാളി ആദ്യമായിട്ട് പഞ്ചമീനെ കൊണ്ടുപോയത് അമ്പലത്തിലേക്കല്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഏത്തിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത് അമ്പലത്തിലേക്കല്ല, നേരെ സ്കൂളിൽ പോകാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലെങ്കിൽ മുട്ടിപ്പുല്ല് കുളിപ്പിക്കൂ എന്ന് വരെ പറഞ്ഞ അദ്ദേഹം ഈ പറയുന്ന അന്ന് സാറ് പറഞ്ഞല്ലോ 38 നമ്മുടെ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ വരെ അംഗത്വം ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ഈക്വാലിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കല്ല ചെയ്യുന്നത്. അതായത് ഈ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല, അത് തന്നെ ഉദാഹരണമായിട്ട് എടുത്തു നോക്കുക. അവിടെ മറ്റുള്ളവർക്ക് അവസരം നഷ്ടപ്പെടുന്നു, അതാണ് പ്രശ്നം. ഏത് മറ്റുള്ളവരാണ്? ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുക, നമ്മൾ 3 പേരും കണ്ടോണ്ടിരിക്കുക. ഈ സംവരണത്തിന്റെ കാതലായിട്ട് താങ്കൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഹൈറ്റ് കൂടെ ഉയർത്തി എനിക്കും നിങ്ങൾക്കും കാണാവുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. 100% തെറ്റാണ്. എനിക്കും നിങ്ങൾക്കും ഒരേപോലെ കാണാവുന്ന ഈക്വാലിറ്റി അല്ല ജാതി സംവരണത്തിൽ ഉണ്ടാകുന്നത്, മറിച്ച് നിങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കാരണം ഐ ആം ഡിനൈഡ്. ഞാൻ റെപ്രസെന്റ് ഈ ഇരിക്കുന്ന എല്ലാവരും റെപ്രസെന്റഡ് देयर ഓൺ. അതാണ് നിങ്ങളുടെ ഉദാഹരണത്തിലെ തെറ്റ്. അതായത് മനസ്സിലാവുന്നുണ്ടോ? കമ്മ്യൂണിറ്റി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നത്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സംവരണം ഈ ജാതി സംവരണത്തിന് എതിരാണ്, ജാതി വിരുദ്ധമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങളെ പൊക്കിക്കൊണ്ട് അവിടെ വരെ വരുന്നതിന് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുകൂലിക്കുന്നത്. ശരി സാറേ, എന്നെ താഴ്ത്തുന്നതിനില്ല. ഓക്കെ, ഈക്വാലിറ്റി ആണ്, നമ്മൾ അതൊക്കെ ഈക്വാലിറ്റി ഇല്ല. ജാതി സംവരണം ഇല്ല. ഒരു പോയിന്റ് കൂടെ, അത് താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജാതി സംവരണം ഈക്വാലിറ്റി ഓക്കെ, അത് ഓക്കെ, നിങ്ങൾക്ക് ഏത് മോഡലിലും അത് ബാധിക്കാം. ജാതി സംവരണം എല്ലാവരും തുല്യതയിൽ എത്തിക്കുകയല്ല ചെയ്യുന്നത്. തുല്യതയിൽ എത്തിക്കുകയാണെങ്കിൽ അവിടെ വരെ ഞാൻ ഉറപ്പാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യും. നമുക്കെല്ലാം കാണുന്ന രീതിയിൽ ആ കാഴ്ച സെറ്റ് ചെയ്യാം. ജാതി സംവരണത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷേ എനിക്കോ അല്ലെ മറ്റുള്ളവർക്കോ കാണാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അത് ഇനീക്വാലിറ്റിയാണ് ജാതി സംവരണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മുടെ മന്ത്രിസഭയുണ്ട്. നമ്മുടെ മന്ത്രിസഭയിൽ ഈ പറയുന്ന എങ്ങനെ വർക്കൗട്ട് ആവുന്നത്? സംവരണമല്ല ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് മന്ത്രിസഭ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഒരു സംവരണ സീറ്റിൽ ഒരാൾ ജയിക്കുന്നു, അയാളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ വാദിക്കുകയും ചെയ്യുന്നത്? അല്ല, എൻ്റെ കാസ്റ്റ് കമ്മ്യൂണിറ്റി അവിടെയുള്ള മനുഷ്യർക്കെല്ലാം വേണ്ടി വാദിക്കാനായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അയാൾ തിരിച്ച് തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം വാദിക്കുകയോ എന്തെങ്കിലും അവരോട് ഫേവറോ ഇൽവിലോ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായ കുറ്റമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ അവിടെ ജയിക്കണമെന്ന് പറയുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നല്ല, ഞാൻ മൊത്തത്തിലാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ചോദ്യം ചോദിച്ചു. ഈ റെപ്രസെന്റേഷന്റെ കാര്യം അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഒരാൾ ജയിച്ച പോരെ? മതി, തീർച്ചയായും സ്യൂട്ടബിൾ. അവിടെയാണ് ഈ പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന ജാതിയാണോ? സ്യൂട്ടബിലിറ്റി ജാതിയല്ല. എന്തുകൊണ്ടാണ് ഇവര് വരരുതെന്ന് ഈ പറയുന്ന ജാതി? ഞാൻ പറഞ്ഞു സാറിനോട് ആദ്യമേ പറഞ്ഞ ഡയലോഗ്, സാറിന്റെ നാവിൽ നിന്ന് പോകുന്ന വാക്കുകൾ ലക്ഷങ്ങൾ കേൾക്കുന്ന ഒരു വാക്കുകളാണ്. ആ വാക്കുകൾക്ക് ലക്ഷങ്ങളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ പറയുമ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, സുഹൃത്തെ, ഏതെങ്കിലും ഒരു ജാതിക്ക് കിട്ടരുതെന്നോ കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈക്വൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണം. ആരോടാണ് പറയുന്നത്? ഈക്വൽ ആയിട്ട് ഇന്നും കാട്ടിൽ കിടക്കുന്ന ട്രൈബ്സിന്റെ ഇടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു 3 സെന്റ് പോലും ഇല്ലാത്ത കോളനി കിടക്കുന്ന മനുഷ്യരോട് കൂടി നിങ്ങൾ പറയുന്നത് സംവരണം നിർത്തണം എന്ന് പറയുന്നത് എത്ര
ലോജിക്കില്ലാത്ത കാര്യമാണ് പറയുന്നത്. അവരുടെ പ്രാതിനിധ്യം എവിടെ? അതാണ് ജാതി സംബന്ധത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അത് സംഭവിക്കാത്തത് കാരണം രാഷ്ട്രീയ പാർട്ടി. അതിനാണ് ഞാൻ രാഷ്ട്രീയമല്ല, നിങ്ങളുടെ ആ വ്യൂ തന്നെ തെറ്റാണ്. അതായത് ജാതി സംവരണത്തിൽ ഇപ്പോൾ നിങ്ങൾ ആദിവാസികളെ കുറിച്ച് പറഞ്ഞു. ആദിവാസികളെ കുറിച്ച് ഞാൻ PSC പരീക്ഷയ്ക്ക് ഇരുന്ന് ആദിവാസി ST ഓൺലി ഫോറസ്റ്റ് ഗാർഡിനൊക്കെ സെലക്ഷൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവസാനം അവർ ഒരു കാര്യം പറയട്ടെ, ഈ ആദിവാസി ഓൺലി എന്ന് പറഞ്ഞൊരു പരീക്ഷ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? മറ്റ് ST വിഭാഗങ്ങളോട് മത്സരിച്ച് അവർ ജയിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആദിവാസി, അല്ലെങ്കിൽ ഓരോ ആദിവാസിക്കും ആ പോസ്റ്റ് കിട്ടില്ല. അതായത് ST തന്നെയാണ് 45 ST ഉണ്ട് കേരളത്തിൽ. ആദിവാസികളും അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി കിട്ടാത്തതുകൊണ്ട് ആദിവാസി ST എന്ന് പറഞ്ഞാണ് പരീക്ഷ നടത്തുന്നത്. ഓൺലി അങ്ങനെ പരീക്ഷയുണ്ട്. ഫോറസ്റ്റ് ഗാർഡ് അവർ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നതിന് ട്രൈബ്സിന്റെ ആൾക്കാരാണ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അവർക്ക് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. രണ്ട്, അത് ഗോസ് വിത്തൗട്ട് സേയിങ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് അവർക്ക് മാത്രമായിട്ട് സെലക്ഷൻ നടത്തുന്നത് എന്തെൻ്റെ കാര്യം? മാത്രമായിട്ട് സെലക്ഷൻ നടത്തുന്നത് ഈ ബാക്കി ST കമ്മ്യൂണിറ്റിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടില്ല. അത് അതെന്റെ വാഗോണ്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സാറിനെ കൊണ്ട് തന്നെ പറയുന്നത്. കാരണം എന്താണ്, അവരെന്തുകൊണ്ടാണ് ഒപ്പം എത്താൻ പറ്റാത്തത്? അവർക്ക് എങ്ങനെയാണ് കഴിവില്ലാന്ന് പൊതുസമൂഹം പറയാൻ? ജാതി സംവരണത്തിൽ നിങ്ങൾ പറഞ്ഞ വെരി ആശയം തന്നെ അവിടെ പറയപ്പെടും. അതായത് ജാതി സംവരണത്തിൽ ഒരിക്കലും അർഹർക്കല്ല കിട്ടുന്നത്. അത് വേദനയാണോ നിങ്ങൾക്കൊക്കെ? എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ചോദിക്കുന്നത് ആദിവാസികൾക്കല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ST ആണെങ്കിൽ ആദിവാസികൾക്ക് കിട്ടത്തില്ലെന്ന് സാറ് തന്നെ പറയുന്നുണ്ട്. ഇപ്പോ അവര് മറ്റേ ട്രൈബ്സ് മറ്റൊരാളുമായിട്ട് എഴുതിയാൽ കോമ്പീറ്റ് ചെയ്യത്തില്ല, അവർ ജയിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണെന്ന്. സാർ, അവരെ ആരാണ് കോമ്പീറ്റ് ചെയ്യാൻ തക്കതായിട്ട് ഉയർത്തിക്കൊണ്ട് വരാത്തത്? പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? എന്റെയും സാറിന്റെയും ഉത്തരവാദിത്തമല്ലേ അവരെ കൂടെ പൊക്കിക്കൊണ്ട് വരേണ്ടത്? അവിടെയാണ് ഇനി ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെയാണ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് മത്സരസജ്ജമായിട്ട്, അതായത് ഈ ഒരേ പൊക്കത്തിൽ നിർത്തുക. അത് ജാതി സംവരണം അങ്ങനെയല്ല, നിങ്ങളെ മാത്രം നിർത്തുക. അതായത് ഇത് ആക്ച്വലി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസും പദവികളും അല്ല അവിടെ ഈക്വലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് റിസൾട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജാതി സംവരണം. ഇത് ഇവിടെ തന്നെ സംഭവിക്കുന്നത്. ഇത് ജാതി നിഷേധമല്ല സാറേ. സാർ ഇപ്പൊ ഞാൻ ഇത് ചോദിക്കാൻ കാരണം, അഭിലാഷ് ചേട്ടനായിട്ട് KLF ഒരു ഇതിൽ നടത്തിയിട്ട് സാർ ഒരു ഡയലോഗ് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു ഡയലോഗാണ്. അതായത് ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇത്രയധികം യൂണിവേഴ്സിറ്റിയിൽ ക്ഷമിക്കണം, ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയധികം യൂണിവേഴ്സിറ്റിയിൽ വെറും 10, അതായത് 5 ട്രൈബ്, 5 ST ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പ്രിൻസിപ്പൽമാരായിട്ട്, വൈസ് ചാൻസലർ. അപ്പോൾ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് അവരുടെ ഇത് കുറഞ്ഞത് അവർക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം എന്നുള്ളത്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഈ അവർക്ക് വരാൻ താല്പര്യമില്ലാത്തതും അവർക്ക് വരാൻ താല്പര്യം, ഞാൻ എന്താ പറഞ്ഞതെന്നറിയാം അവിടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, നിങ്ങളിപ്പോൾ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ജാതി തിരിച്ച് കണക്കെടുക്കുന്നു. ഇപ്പോൾ SC ST ഇത്രയും അവരുടെ ജാതിക്ക് അനുസരിച്ചില്ല. അതെന്തായിരിക്കും അതിന് കാരണം? എന്തായിരിക്കും കാരണം? നിങ്ങൾ പറ. SC ST ഇന്ത്യയിലെ സർക്കാർ തലത്തിൽ വൈസ് ചാൻസലർമാരെ കണക്കെടുക്കുമ്പോൾ SC STക്ക് ശ്രദ്ധിച്ചേക്കണേ, സർക്കാർ തലത്തിൽ വൈസ് ചാൻസലർമാരെ കണക്കെടുക്കുമ്പോൾ SC STക്ക് നിങ്ങളുടെ കോട്ട, സോ കോൾഡ് കോട്ടയ്ക്ക് അനുസരിച്ചില്ല നല്ലൊരു വാദം. അതെന്തുകൊണ്ടായിരിക്കും? ഇത് കോട്ടയ്ക്കനുസരിച്ചുള്ള വാദമില്ല എന്നല്ല സാറേ വാദം. സാറ് പറഞ്ഞത് സംവരണം നിർത്തലാക്കണം. അതാണ് ഞാൻ പറയട്ടെ. ഇത് തന്നെ വരൂ. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് എടുത്തിട്ടു. ഈ കോട്ടയ്ക്കനുസരിച്ചുള്ള എന്റെ സാറെ സംവരണം നിർത്തലാക്കണം. എങ്ങനെയാണ് സംവരണത്തെ കുറിച്ച് സംസാരിക്കൂ? ഈ വൈസ് ചാൻസലർ വിട്ടോ? ഇല്ല, പറഞ്ഞോ. എന്തുകൊണ്ടാണ് അവര് നിങ്ങൾ ഈ പറയുന്ന തുല്യത അല്ലെങ്കിൽ ഈ പറയുന്ന റെപ്രസെന്റേഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? കൊടുക്കാഞ്ഞിട്ടോ? കഴിവുള്ളവരെ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ TS ശ്യാംകുമാറിന് ഇവിടെ കേസ് ഫയൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത് കേൾക്കും. ഈ പറയുന്ന സർക്കാർ തലത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 75 വർഷത്തോളം SC STയുടെ അതിൻ്റെ ഫീഡർ കാറ്റഗറിയിൽ അവർക്ക് എത്രയാണോ സംവരണം അതനുസരിച്ചാണല്ലോ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ കാര്യത്തിൽ? ഇല്ല. എന്നിട്ട് ഇതിൻ്റെ എൻഡ് അവസാനമാണല്ലോ വൈസ് ചാൻസലർ. ഇത് ഓരോ ഘട്ടങ്ങളിലും ഇത് കഴിഞ്ഞിട്ട് അവരവിടെ എത്തുന്നില്ല, ഓടി എത്തുന്നില്ല എന്നല്ലേ പരാതി.
ഇത് സമൂഹം എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇൻജസ്റ്റിസ് നടന്നുകൊണ്ടാണോ അവരെത്താത്തത്? തീർച്ചയായും. അതെന്താണ്, എന്തായിരുന്നു ഓരോ വിഷയങ്ങളും പറയും. എന്തുകൊണ്ട് അവരെത്താതെ അവരെ മാറ്റി നിർത്തി, നീ കയറണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി വൈസ് ചാൻസലർ ആവേണ്ടത്? അതോ ഓരോ ഘട്ടങ്ങളിലും പ്രൊമോഷനും അഡ്വാൻസ്മെന്റും ഒക്കെ വേണ്ടെടുത്ത് അവർ എത്താതിരുന്നതാണ്? എന്താണ് യഥാർത്ഥ കാരണം നിങ്ങൾ മനസ്സിലാക്കിയത്? ഞാൻ അതാണ് കുറച്ച് മുമ്പ് സാറിനോട് അല്ല, ഞാൻ ചോദിച്ചത് എന്താണ്, അത് തന്നെയാണ് കുറച്ച് ഞാൻ മുന്നേ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അവരെ ഓട്ടത്തിന് തുടക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വിട്ടത്, കണക്ക് തലയെണ്ണി തന്നെയാണ് വിട്ടത്. പക്ഷെ അവസാനം വന്നപ്പോൾ വൈസ് ചാൻസലറുടെ എണ്ണം കുറഞ്ഞ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. സാറിന്റെ അനുമാനത്തിൽ എന്താണ്? എന്റെ അനുഭവത്തിലും തുടക്കത്തിൽ കറക്റ്റ് ആയിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ കോട്ട അനുസരിച്ചല്ലേ പോയത് ആളുകൾ. അതെ, അപ്പം ലാസ്റ്റത്തെ അനുമാനത്തിൽ എന്താണ്? എന്തായിരിക്കും? അല്ല, സാറ് പറ, സാറിന്റെ അനുമാനം. ഞാൻ മനസ്സിലാവും അവരവിടെ എത്തിയില്ല. എന്തായിരിക്കും? എത്തിയില്ല. അതിനെത്താതിരിക്കാൻ കാര്യം, നിങ്ങളിപ്പോ ഉദാഹരണം ഓട്ടം തുടങ്ങുന്നു, ഒരു മാരത്തോൺ, ഒരു വരിയിൽ തന്നെ നിങ്ങളെ നിർത്തുന്നു, എല്ലാവരും നിർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ നിർത്തുന്നു, പക്ഷെ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നില്ല. വാട്ട് ക്യാൻ ബി ദ റീസൺ? ക്യാൻ ഇറ്റ് ബി യു ഓട്ടത്തിൽ ഫെയിൽ, നമ്മൾക്ക് ഓടാൻ ഐ ഡോണ്ട് നോ. They didn't reach there. പക്ഷെ തുടക്കത്തിൽ കൃത്യമായിട്ട് SC ST 25% കയറ്റി വിട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ ആവാത്തത്? അവരെ വൈസ് ചാൻസലർ ആവുന്നതിന് തടഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അത് നിങ്ങൾ പറയണം. അങ്ങനെയാണ് ഒരു കേസ് പറഞ്ഞു, ഇൻഡിവിജ്വൽ കേസ്, അയാൾ വൈസ് ചാൻസലർ ആവാൻ പോവുകയായിരുന്നു, അവരെ തടഞ്ഞു, അങ്ങനെ കേസുണ്ടോ? കേസൊന്നുമില്ല. പിന്നെ അതായത് അത് പോട്ടെ, നമുക്കത് വീട്ടിൽ നമ്മൾ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സാറേ, അത് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മുടെ സിമ്പിളാണ് ഇതിനൊരു മാർഗം. അതായത് ജാതി സെൻസസ് ഇപ്പോൾ പറയുന്നുണ്ട്, ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ടാണ് ഈ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജാതി സെൻസസ് നടത്താൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സാറി പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട കുറച്ച് മാത്രം ആളുകൾ അത് അതായത് ഇത്ര ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഗ്രൂപ്പ് ഒരു കാര്യം അറിയോ? ഷെഡ്യൂൾഡ് കാസ്റ്റൊക്കെ ഹൈലി ഇൻസുലേറ്റഡ് ആണ്. ഒരാൾ പോലും ആ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വരാൻ നിന്നാലും കേരളത്തിൽ സമ്മതിക്കത്തില്ല. നിങ്ങൾക്കറിയാം, പരിവർത്തിത ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദശകങ്ങളായിട്ട് സമരം ചെയ്യുന്നതെന്നറിയോ? ഇത് എന്തുകൊണ്ടാണ് അവര് ഇവിടെ എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് SC ആവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ST ആവാൻ തയ്യാറാണ്, എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? നമ്മൾ ഈ പറയുന്ന സിമ്പിൾ അല്ല, എന്തുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി എന്തുകൊണ്ടാണ് നിങ്ങൾ അനുവദിക്കാത്തത്? നിങ്ങളല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയല്ല. എന്തുകൊണ്ടാണ് SC ഈ ഇതിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ അതിന്റെ ബേസിക്കലി ഇതിനകത്ത് ഉള്ളവർ അവർക്കുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ ജാതിപ്പൂക്കൾ 3 പറഞ്ഞൊരു ഉദാഹരണം. 2 മുസ്ലിങ്ങൾ ചേർന്ന് ഒരു എറണാകുളത്ത് നടന്നൊരു സംഭവമാണ്. ഒരു പയ്യനെ മദ്യപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ അത് അവസാനം ബോധം തെളിഞ്ഞപ്പോൾ ഇതൊരു കേസായപ്പം അതിലൊരു മുസ്ലിം അകത്തായി, മറ്റേ മുസ്ലിം രക്ഷപ്പെട്ടു പോയി. ഒരു കേസാണ്. കാരണം രണ്ടാമത്തെ മുസ്ലിം ലക്ഷദ്വീപുകാരനാണ്, ലക്ഷദ്വീപിലെ പൗരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് അവനെ അബ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷെ കേസ് കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലുള്ള മലപ്പുറത്തുള്ള മുസ്ലിം അകത്തായി, പ്രശ്നമായി, അവന് ജാമ്യമില്ലാത്ത കുറ്റമായി. ലക്ഷദ്വീപിലുള്ള മുസ്ലിം രക്ഷപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല സാറേ. ബിക്കോസ് ഈസ് ST. ലക്ഷദ്വീപിലുള്ള മുസ്ലിം ST ആണ്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരേ ക്രൈം നടത്തി, ഇവർ ഒരേ കൂട്ടുകാർ ഒരേ പ്രശ്നം നടത്തിയതിൽ ഈ രീതിയിൽ, ഇതിനാണ് നമ്മൾ പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ഒന്നിൽ അവർ ഒരേപോലെ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ഇതുമായിട്ട് വരുന്നതാണ്. ഈ പ്രിവിലേജുകൾ പാടില്ല. ഓക്കെ, നമ്മളെ പ്രിവിലേജുകൾ പാടില്ല. അത് ഞാൻ ലാസ്റ്റ് നമുക്ക് റാപ്പ് ചെയ്യാം. എനിക്ക് റാപ്പ് ചെയ്യേണ്ട സമയം അടുത്ത ആൾക്കാർ വന്നിരിക്കുക. സാറിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്തിയേക്കാം. സാർ പറഞ്ഞു മുസ്ലിംസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. സാറിന്റെ ഒരു വായനയിൽ കേരളത്തിൽ അതിന്റെ കൂടെ ഒരു കാര്യം മുസ്ലിം അത് തെറ്റാണ്. You have to apologize for that. I didn't say that Muslims. ഞാൻ പറഞ്ഞ എന്ത് തെറ്റും ഞാൻ അംഗീകരിക്കുന്നു. I say ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന ഏതിനെയൊക്കെയാണ്? ഇസ്ലാം ആൻഡ് കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ ദ മുസ്ലിംസ്, നോട്ട് ദ പീപ്പിൾ. മുസ്ലിംസ് ആർ ലവ്ലി, ഇസ്ലാം ഈസ് ടോക്സിക് എന്നാണ് എസൻസ് പറയാം. യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. തീർച്ചയായും സാറേ, അതിന്റെ ഭാഗത്ത് അടുത്തിടെ സാറിന്റെ സംസാരങ്ങളിലെല്ലാം തന്നെ സംഘപരിവാറിനെ വളരെയധികം വ്യക്തമായി ഉയർത്തിക്കാട്ടുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പം സാറിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞുതരാം സാറേ, ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഘപരിവാറിന്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ സംഘപരിവാർ ഇസ്ലാമോഫോബിയ, ഞാൻ ചോദിക്കുന്നത് ഏതാണെന്ന് വ്യക്തമാക്കി പറയണമെന്നാണ്. അല്ല, നിങ്ങള് അടുത്തിടെ സംഘപരിവാറിനെ ഇതാണെന്നാണ് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് ഞാൻ അംഗീകരിച്ചു എന്നല്ല വരുന്നുള്ളൂ. അല്ലല്ല, ഞാൻ പറയാം. നമുക്ക് അത് രണ്ടിനും കൂടെ സാറ് പറയാം. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ സാറ് ഓക്കെ സാർ ആദ്യം പറഞ്ഞാലും തരം തുടങ്ങി. ആദ്യം പറഞ്ഞ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരാണ്? BJP ആണോ, RSS ആണോ, അതെല്ലാം കൂടെ ചേർന്നാണോ? BJP RSS. BJP RSS. ഓക്കെ, ശിവസേന ഒന്നും വരത്തില്ലല്ലോ.
ഇല്ല എല്ലാം വരും അതിന്റെ എല്ലാം ഓക്കെ. സംഘപരിവാർ സംഘടനകളെ എല്ലാം അനുകൂലിക്കുന്നു. സംഘപരിവാർ സംഘടനകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയ സംഹിതകളും നിലപാടുകളും ആദ്യത്തെ ഒരു 20 എണ്ണം പറഞ്ഞു നോക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ അനുകൂലിക്കുന്നത് നിങ്ങളിപ്പോൾ സമ്മതിക്കാമെങ്കിൽ ഞാനിത് ഓക്കെയാണ്. ഒരു ഫസ്റ്റ് 20 അല്ലെ 30 or 40 നിങ്ങൾ പറയും. അതിൽ എൻ്റെ റെക്കോർഡ് സോക്കോൾഡ് സംഘപരിവാറിനെ എതിർക്കുന്നവരെക്കാൾ 10 ഇരട്ടി മികച്ചതാണ്. 10 ഇരട്ടി. ലൈക്ക് എനിക്കൊരിക്കലും ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഇതേ കണക്കുള്ള ജോക്കൊന്നും നടത്താൻ പറ്റില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ആയുഷ് എന്ന് പറയുന്ന ഒരു സംഗതി, ആയുർവേദം, സംഘപരിവാർ അല്ലെ ഇവിടുത്തെ കൺസർവേറ്റീവിസം, ഇന്ത്യയിലെ നിലവിലുള്ള റിലീജിയസ് കൺസർവേറ്റീവിസം, അതിൻ്റെ പ്രാഥമികവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ക്രീഡ്സ്, അതിന്റെ നിലപാടുകൾ, ഇതിനെല്ലാം വ്യക്തമായി എതിർക്കുന്ന കേരളത്തിലെ ഏക സംഘടന എസൻസ് ആണ്. വേറെ ആരും എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു പിന്നെ വാടപ്പെട്ട് ആയുർവേദ, നിങ്ങളുടെ നിലപാടെന്താ? ആയുർവേദ ഇസ് നോട്ട് പ്രൂവൺ. അത് എന്നെ സംബന്ധിച്ച് അത് പ്രൂവ്ഡ് അല്ലാത്തതുകൊണ്ട്, അതിലൊരു സയന്റിഫിക് ടെസ്റ്റ് നടത്തി പ്രൂവ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. അശാസ്ത്രീയമാണോ? എന്നെ സംബന്ധിച്ചെന്നാണ് ഞാൻ പറയുന്നത്. ആയുഷ് ഓൾ ആസ് എ ഹോൾ, യോഗ, വാട്ട് ഈസ് യുവർ സ്റ്റാൻസ്? അത് ഓൾറെഡി ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണ് അത് ഉണ്ടായതെന്നും പിന്നീടാണ് ഭയങ്കര എല്ലാവരും പുക പോലെ. എന്നെ സംബന്ധിച്ച് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാറിന്റെ അത്ര ഇതില്ല. അപ്പൊ എന്നെയും കൂടെ പഠിപ്പിക്കണം. ഞാൻ സാറിനെ കാണാൻ വന്നത് എനിക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അതായത് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു ആശയ സംഹിത, ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്രീഡ്സ് ആൻഡ് വാല്യൂസ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നിടത്ത് ഇങ്ങനെ ടിക്ക് ചെയ്ത് നോക്കൂ. അത് പ്രധാനപ്പെട്ടതിൽ നമ്മളുടെ റെക്കോർഡും അല്ലെ നമ്മളുടെ നിലപാടുകളും നിങ്ങൾ നോക്കൂ. അതിൽ ഏതിനെയാണ് നമ്മൾ അനുകൂലിക്കുന്നത് നിങ്ങൾ പറയൂ എന്നല്ല പറഞ്ഞോളൂ. പറയൂ, പറയൂ. അത് സാർ ഞാൻ ചോദിച്ചത് അടുത്തിടെ എനിക്കൊരു ഫീൽ ചെയ്തു അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. സാർ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അതിനൊന്നും എതിർക്കുന്നു അല്ലെങ്കിൽ ഇതാണ്. ഞാനത് അതൊരു വായന വരാനുള്ള ഒരു പ്രധാന കാരണം ശ്രീജിത്ത് പണിക്കർ എപ്പോഴും ആ ഒരു രാഷ്ട്രീയ ചായ്വോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങളുടെ പുതിയ ലിറ്റ്മസിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടെ കൂടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. വിളിക്കണ്ടേ? അല്ല, ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്കെതിരെയോ അല്ല എനിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ തമ്മിൽ വേറെ രീതിയിൽ ഒരു വ്യത്യാസമില്ല, നമ്മൾ തുല്യരാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ആശയം എന്താണോ നിങ്ങൾ അതവിടെ വന്ന് ഞാനുമായിട്ട് സമ്മതിക്കുക. എനിക്ക് എതിർവാദം ഉണ്ടെങ്കിൽ ഞാൻ ഉന്നയിക്കുന്നു. ആശയങ്ങളുടെ സമരമാണ് അവിടെ നടക്കുന്നത്. അവിടെ ആളുകളെ ഐക്യത്തിൽ മാറ്റി നിർത്തുന്നില്ല, ഊരുവിലക്കില്ല, ബഹിഷ്കരണമില്ല, ക്യാൻസലേഷൻ ഇല്ല. ഇതെല്ലാം പഴയ നമ്മുടെ കൺസർവേറ്റീവ് പൊളിറ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ ഒഴിവാക്കുന്നു, നിങ്ങളെ ലിഞ്ച് ചെയ്യുന്നു, നിങ്ങൾ മാറ്റി നിർത്തുന്നു, ഊരുവിലക്ക്, ബഹിഷ്കരണം, ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കൃത്യമായിട്ട് മാർക്സിസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ട്, BJP-ക്കാരെ വിളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരെ വിളിക്കും, ശരണ്യം വിളിക്കും. എന്തിനാണ് മനുഷ്യരെ മാറ്റി നിർത്തുന്നത്? മനുഷ്യരുടെ സംഘമാണ് അവിടെ. മനസ്സിലായി? ആശയങ്ങൾ ഇപ്പൊ അയാൾ പറയുന്ന ആശയത്തോട് നമ്മൾ അനുകൂലിക്കില്ല എന്നല്ലേ നോക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടോളറൻസ് ഇല്ലാതെ? തീർന്നു, പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വായിക്കുമ്പോ ഇത് അറിയുമ്പോ തീർന്നു. അല്ല, അതൊരു സില്ലി വാദമല്ലേ? ശ്രീജിത്ത് പണിക്കർ ഞാൻ എന്റെ കാര്യമാണ് ചോദിച്ചത്. മറ്റു പലരും പല ഇപ്പം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്കിപ്പോ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജിത്ത് പണിക്കറെ ഒരു ആശയം സംവദിക്കാനായിട്ട് സിവിലൈസേഷന്റെ ഹയർ സിവിലൈസേഷൻ നിൽക്കുന്ന നമ്മൾ ശ്രീജിത്ത് പണിക്കരെ വിളിച്ച് സംസാരിക്കുന്നതിൽ എന്താണ് അതിനകത്ത് വേറൊരു പരിപ്രേക്ഷ്യം കൊടുക്കാനുള്ളത്? ഈ അയാൾ പറയുന്ന ആശയത്തോട് നമ്മൾ യോജിക്കുന്നെങ്കിൽ ആശയപരമായിട്ട് ആയിക്കോണ്ടെന്ന് പറയാം. ഞാൻ അയാളോട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 എതിർ ധ്രുവങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ് പറയുന്നത്. അതായത് ഈ വിഭജന ഭീതി ദിവസം ഹിസ്റ്ററി റീസൈക്കിൾ ചെയ്തുകൊണ്ട് അത് അനുസ്മരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ സംവാദ വിഷയം. അതിൽ ഒരു വശത്ത് പുള്ളി നിൽക്കുന്നത്, മറുവശത്ത് ഞാൻ നിൽക്കുന്നു. അയാളെ വിളിച്ചതുകൊണ്ട് നിങ്ങൾ സംഘപരിവാർ പറയുന്നു, അതൊരു സില്ലി വാദമല്ലേ? ഞാൻ പറഞ്ഞതേ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലേക്ക്, ഇത്രയും ചർച്ചയുടെ ഒരു ഓർമ്മയിൽ ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷെ എൻ്റെ ഇതെല്ലാവരും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ നമുക്ക് തീർത്തേക്കാം. സാർ കുറച്ചു മുമ്പ് എന്തോരണം പറഞ്ഞ് മുഴുമിപ്പിക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ, മറ്റേ ഇസ്ലാമോഫോബിയ. അതിലൊരു ചോദ്യമാണേ, അതിലൂടെ കൂട്ടി സാർ അങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ പറയാം. ഇപ്പം ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടേ. ഇപ്പം സംഘപരിവാർ ആഗ്രഹിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ നമ്മളൊരു സപ്പോസ് ആണേ, ഇതൊരു ഇമാജിനറി വേണ്ട, നാളെ ഇന്ത്യ എന്നൊരു രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുകയാണെങ്കിൽ അവിടെ ഫ്രീ തിങ്കേഴ്സിന്റെ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കാം? അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കാം? മുന്നേ ഞാൻ പറഞ്ഞ ഇസ്ലാമോഫോബിയനെ എങ്ങനെയാണ് സാറ് പറയുന്നതിനെ എങ്ങനെയാണ്? രണ്ടും പറഞ്ഞു. എനിക്ക് നാളെ ആയി തീർന്നാൽ എന്തായിരിക്കും നിലപാട്? ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഒരു മതരാഷ്ട്രമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഒരു ലീനിങ്ങോ ഒരു ഓറിയന്റേഷനോ അതിശക്തമായിട്ട് നമ്മൾ എതിർക്കും.
നമ്മളൊരു സെക്കുലർ രാജ്യത്താണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മത ഇടങ്ങൾ കൂടുതൽ മതേതരമാക്കുക, മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാക്കുക, മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാക്കുക. ഇതാണ് എസൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ചോദ്യം തന്നെ അവിടെ പ്രസക്തമല്ല. രണ്ടാമത് ഇസ്ലാമോഫോബിയയുടെ കാര്യം. വാട്ട് ഡു യു മീൻ ബൈ ഇസ്ലാമോഫോബിയ? എന്തു പറഞ്ഞാലും അത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ മുസ്ലിംസ് ആണ് അത് ചെയ്തത്, അല്ലെങ്കിൽ മുസ്ലിംസ് അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തും ആ ഒരു തരത്തിലേക്ക് സംസാരിക്കുന്നത്, അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ അതൊരു തരം എന്താ പറയാ, അവരാണ് ഇതിനെല്ലാം കാണാം, അവരുണ്ട് മുസ്ലിംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും. ഏതിന് കാരണം എന്നാണ് ഇപ്പൊ ഞാൻ പറയാം, നാസികനായത് എന്നുള്ള പുസ്തകത്തിൽ തന്നെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നുണ്ട്. ഈ നമ്മളൊരു ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ ഇന്റന്റ് ചെയ്തെടുക്കുകയാണ്. ഇഫ് ഐ എം റോങ് യു ക്യാൻ കറക്റ്റ്. ഭീകരപ്രവർത്തനം, ഭീകരവാദമൊക്കെ പേടിയാതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്നൊരു വാദം ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ മുസ്ലിങ്ങളല്ലാതെയും ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മുസ്ലിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതും തെറ്റാണ്. മുസ്ലിങ്ങളെല്ലാം ചെയ്യുന്നില്ല, മുസ്ലിങ്ങൾ അതും ഫാക്ച്വലി തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനകത്തൊരു വിഭാഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിനകത്തൊരു വിഭാഗം ചെയ്യുന്നുണ്ട്. എല്ലാ മതങ്ങളിലും കുറച്ച് ഇതേ കണക്കുള്ള എക്സ്ട്രീം ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും. അവർ ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതെല്ലാ മതങ്ങളും ബാധകമാണ്. നിരക്കിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ജെയിൻ മതത്തിലുള്ള തീവ്രവാദത്തിനുള്ള സാധ്യതയും പിന്തുണയും, മതത്തിൽ നിന്നുള്ള പിന്തുണയും മറ്റു മതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മതങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ ഇസ്ലാം എല്ലാ മതങ്ങളും ഒരേപോലെയാണെന്ന് ഞാൻ ആ കാര്യത്തിൽ കരുതുന്നില്ല. കാര്യം ജെയിൻ മതം എന്ന് വെച്ചാൽ ബേസിക്കലി അഹിംസയാണ്. ഇസ്ലാം ഡസ് ഇൻ മൈൻഡ് കോൺകറിങ് ലാൻഡ്, ഡസ് ഇൻ മൈൻഡ്. അങ്ങനെയാണല്ലോ ഇത്രയും ഈ പടർന്ന മതങ്ങൾ, അത് ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും കോൺകർ ചെയ്യുന്നതിലും പിടിച്ചടക്കുന്നതിലും മടിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നൊരു ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതൊന്ന് പറയാനുണ്ടെങ്കിൽ എൻ്റെ മറുപടി ഞാൻ പറയും. അല്ല, നമുക്ക് ആ ക്വസ്റ്റിനെ അങ്ങോട്ട് ഞാൻ റേസ് ചെയ്യാം. കാരണം എനിക്കത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓൺ ക്യാമറ എനിക്കൊരു കുഞ്ഞു സ്ഥാപനമൊക്കെ ഒറ്റേത് ശരണ്യ, ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. ബട്ട് നമ്മളുടെ തീരുമാനങ്ങളും നിലപാടുകളും ഭയത്തിൽ നിന്ന് ജനിക്കുന്ന ആകാൻ പാടില്ല എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ആരെങ്കിലും ഭയക്കുന്നു, ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോളിസികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെയല്ല മാനിക്കുന്നത്, നമ്മളെ ഭയപ്പെടുത്തുന്നവരെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും റാപ്പ് ചെയ്യാം. സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഭയത്തിൽ നിന്ന് പറയാത്തത് മാത്രമല്ല, രണ്ട് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അൾട്ടിമേറ്റ് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടാകുന്ന ദേഷ്യം, ഇപ്പം നമ്മൾ നിങ്ങൾ ഈ ആ ഒരു റിപ്പീറ്റഡ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, ഞാൻ മനുഷ്യന് വേണ്ടിയാണ് എന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയുള്ള അല്ല, കുറഞ്ഞ മനുഷ്യൻ. ഞാൻ എന്നെ കുറിച്ചല്ലേ പറയാൻ പറ്റില്ല. എനിക്കറിയാം, ഐ എം നോട്ട് എ പൊട്ടൻ, ഐ നോ ദാറ്റ്. അല്ല, അത് സാർ പറയുന്നതിൽ ഞാൻ ഇവിടെ ഇരുന്ന് എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം, ഞാനൊരു ഹ്യൂമൻ ബീയിങ്, എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് തൊണ്ടേന്ന് ചോറിറങ്ങില്ല, എനിക്ക് അതറങ്ങില്ല, എൻ്റെ ഹൃദയം വിലപിക്കുന്നു. സി, ഇത് ആക്ച്വലി നിങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐ ആം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ദാൻ യു എന്ന് പറയുന്നത് ശരിക്കും അല്ല. there is always these people, നീയൊക്കെ മനുഷ്യനാണോ എന്ന് ചോദിക്കുന്ന ഒരു ധ്വനി അതിനകത്തുണ്ട്. അത് തെറ്റാണ്. ഞാൻ പറയുന്നില്ലല്ലോ, അല്ല പറഞ്ഞല്ലോ, തിരുത്തലുകൾ എന്ന് സാധ്യമാക്കുന്നതാണ് മനുഷ്യനെന്ന് വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശരണ്യയുടെ നമ്മൾ ആദ്യം കാണുക, ഞാൻ ശരണ്യയുടെ മുന്നിൽ പറയണം, എനിക്കത് കണ്ടിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എനിക്ക് ആളുകൾ വിലപിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഞാൻ ഇങ്ങനെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരണി ചോദിക്കത്തില്ല, നീ എന്ത് ഈ പറയുന്നത്, ഞാനൊന്നും ഇതൊന്നും ഉള്ള ഞങ്ങൾ മനുഷ്യരല്ലേ എന്നൊരു ഭാവം തന്നെയല്ലേ നമുക്കുണ്ടാവും. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഏതായാലും റാപ്പ് ചെയ്തേക്കാം. സാർ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സംവരണം സാറ് പറഞ്ഞത്, സാറ് വിശ്വാസം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് യു ക്യാൻ ബിലീവ് ഇൻ എനിത്തിങ്. You can believe in reservation, you can believe in modern, Marada, Ekshi, the God. You can believe in anything, Article 25 of the Constitution. You are free. അത് എന്നോട് പറയേണ്ട കാര്യമില്ല, എൻ്റെ അനുവാദം ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ചർച്ച പോലും കാണുന്ന ആളുകളിൽ എങ്ങനെയാണ് സ്പ്രെഡ് ഇതാവുന്നതല്ല. ചിലപ്പോൾ എന്നെ ഇടിക്കാനായിരിക്കും ആൾക്കാർ ഉപയോഗിക്കുന്നത്. എനിക്ക് പേടിയുണ്ട്. ഞാനിപ്പോൾ 1-2 കേസുകൾ പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞു ശരണ്യ, നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ കാണുകയും ഒന്നുകൂടെ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് വരും. കാരണം ഇപ്പോൾ ബേസിക്കലായിട്ട് ഇവരോട് കുറേ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള രീതിയിൽ കുറെ ലോഡഡ് സാധനങ്ങളായിട്ടാണ് നിങ്ങൾ എന്റെ മൈൻഡ് മുഴുവൻ 3 ദിവസമായിട്ട് ഉറങ്ങാതെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്, പ്രിപ്പയർഡ് ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, വി ആർ ഈക്വൽ ഇൻ എവറി സെൻസ്, വി ആർ ഈക്വൽ ഹ്യൂമൻ ബീയിങ്സ്. പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ഐഡിയ. പട്ടം പറത്തുന്നതുകൊണ്ടാണ്. പട്ടങ്ങളാണ് ഉയരത്തിന് വേണ്ടി മത്സരിക്കുന്നത്, നമ്മളല്ല. മനസ്സിലല്ലേ?
നമ്മളല്ല, പട്ടങ്ങൾ, ആശയങ്ങളാണ്. അതാണ് നമ്മൾ ഇത് മുന്നോട്ട് ഈ കേരളത്തിന് മനസ്സിലാവാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പറയുന്നു CPM-കാരനെ വിളിക്കരുത്, കോൺഗ്രസ്സുകാരനെ വിളിക്കരുത്, പിന്നെ മുസ്ലിം ലീഗുകാരനെ വിളിക്കരുത്, സംഘപരിവാറിനെ, അങ്ങനെയൊന്നും ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. എന്നെ സംബന്ധിച്ച് എല്ലാ വ്യക്തികളും ഞങ്ങൾ എസൻസിൻ്റെ ഒരു ഇതാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. ഇത് വേറെ ഏതെങ്കിലും സംഘടന ഇന്ത്യയിലോ കേരളത്തിലോ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല സാർ. നിങ്ങൾ പാർട്ടി മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ് ഈ കേരളത്തിൽ. പാർട്ടി മാറി കല്യാണം വെച്ചാൽ നമുക്ക് മറ്റേ പറഞ്ഞ സംവരണമൊക്കെ നിർത്തലാക്കാം, ഒരു മിശ്ര വിവാഹമൊക്കെ നടത്തിയാൽ അത് മാത്രമാണ് ജാതി നിർമൂലനം. മിശ്ര വിവാഹം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരല്ലേ. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ശരണ്യക്കറിയോ, ഞാൻ PSCയിൽ ജോലി ചെയ്ത ആളാണ്. ആദ്യമായിട്ട് എൻ്റെ ഒരു കല്യാണം നിശ്ചയം ഉറച്ചത് ഒരു SC പെൺകുട്ടിയായിട്ടാണ്. ഐ ഡു നോട്ട് ബിലോങ് ടു SC. അത് നടക്കാത്തതിന്റെ കാരണം ആ കുട്ടിക്ക് താല്പര്യമില്ലാതിട്ടാണ്. അതിന് എവിഡൻസ് ഉള്ളതാണ്, അത് വെറുതെ ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന സാധനമല്ല. ഇനി ഇത് അതൊരു മിശ്ര വിവാഹമല്ല, മിശ്രം ഒന്നുമില്ല, ആണും പെണ്ണുമായിരുന്നു. മിശ്ര വിവാഹം, അതിനെ മിശ്ര വിവാഹം എന്നല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പറയാണ്, ചില ആൾക്കാരെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ് കല്യാണം കഴിച്ചത്, അതിനെന്താണ് വാട്ട്, നിങ്ങളെന്തോ ആരെങ്കിലും, അപ്പോൾ എന്താണ് ഈ പറയുന്നവന് അല്ലെങ്കിൽ പറയുന്നവർക്ക് തങ്ങളെന്തോ ഒരു കുറഞ്ഞ കാര്യം ചെയ്തു എന്നുള്ള ഒരു സെൻസ് ഓഫ് ലോസിൽ നിന്നല്ലേ ഈ ഒരു സ്വയം വീർപ്പിക്കൽ വരുന്നത്, അല്ലേ? ഇപ്പം ഞാനിപ്പം നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള, നിങ്ങൾ തുല്യമായി ആദരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നതിന് ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു തീർച്ചയായും ചിലർ പറയാറുണ്ട് ഞാൻ ST-നെയാണ് കല്യാണം അതിന് ഇത്രേ ഉള്ളൂ സാർ. അതിനെന്താ പ്രത്യേകിച്ച് പ്രിവിലേജ് വല്ലതും? അതാണ് നമ്മൾ പറയാൻ അവർക്ക്. അപ്പോൾ ഈവൻ ഈ ചെയ്തവൻ വിചാരിക്കുന്നു ഞാൻ എന്തോ താഴോട്ട് ഇറങ്ങി ചെന്നു, കൈയിട്ടു, ആ സെൻസ് ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ സാറേ, നമുക്ക് അതിനോട് എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പത്രങ്ങളിലെ വിവാഹാലോചന അല്ലെങ്കിൽ മാട്രിമോണിയിലെ വിവാഹത്തിലെ ഈ SC/ST ഒഴികെ എന്നുള്ളതും പിന്നെ ഈ പറയുന്നതൊക്കെ മാറട്ടെ. നമുക്കുണ്ട് പറയാൻ. SC/ST ഒഴികെ എന്ന് പറഞ്ഞ വിവാഹ പരസ്യം വരുന്നത് ആക്ച്വലി നിങ്ങൾക്കറിയാവുന്നതല്ല, നിലവിലുള്ള നിയമം അനുസരിച്ച് കുറ്റകരമാണ്. ഇറ്റ്സ് എ ക്രൈം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർ അപ്പുറത്ത് ഇപ്പുറത്ത് ആവശ്യമുള്ളവരും കൊടുക്കുന്നവരും ആയിരിക്കുമല്ലോ, അവർക്ക് പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ 1-2 കാര്യങ്ങളിൽ ഈ കേസ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നിയമപരമായിട്ട് കുറ്റകരമാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടുള്ള ഈ പല ഗൂഗിളിൽ കിടക്കുന്ന SC/ST ഒഴികെ എന്നുള്ള സാധനമൊക്കെ നിങ്ങൾ കുറച്ച് ഓൾഡാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ആക്ച്വലി ഇതൊരു ഒഫൻസാണ്. ഇതൊന്നിൽ ആ ബ്യൂറോകൾക്കെതിരെ, നിങ്ങൾ ഒരു ബ്യൂറോയ്ക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. ഇത് പ്രേക്ഷകർക്കും കൂടി ഉള്ളവരാണ്. അങ്ങനല്ലേ? ഞാൻ മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞു സാറിന്റെ സ്പീച്ച് ഞാൻ പറഞ്ഞു SC/ST ഒഴികെ എന്ന് കൊടുക്കുന്ന ആളുകൾ SC/ST ഒഴികെ SC/ST ഒഴികെ എന്ന് കൊടുക്കുന്നവരിൽ പലരും SC/ST ആണ്. ഞാൻ കാണിച്ചുതരാം. ഇന്ന ജാതി ഒഴികെ നോക്കുമ്പോ ആ ജാതി SC/ST. എന്നോട് എന്താ ചോദിച്ചത്, സാറിന് കൊടുത്തുകൂടെന്ന്? ഇതിപ്പോ ഇത്ര ഒരു ഇതാണെന്ന് അറിയുമ്പോ ഇത് തെറ്റാണല്ലോ, നമുക്കിതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ കൊടുത്താ അതെ, അതായത് ഇന്നത്തെ ഇന്റർവ്യൂ വളരെ കറക്റ്റായി. ഈ വിവാഹ പരസ്യങ്ങളിൽ SC/ST ഒഴികെ എന്ന് കൊടുക്കുന്നത് കുറ്റകരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ ഔദ്യോഗികമായിട്ട് പരാതിപ്പെട്ട ഏക സംഘടന എസൻസ് ഗ്ലോബലാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ സംവരണം അങ്ങനെ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ, ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും തുടർന്ന് എത്ര നാൾ നിൽക്കണമെന്നും അതിനുശേഷമാണ് ജാതി സെൻസസ് അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ജാതി അടിസ്ഥാനത്തിൽ തന്നെ സംവരണം. നിങ്ങൾക്ക് രക്തമില്ല, നിങ്ങൾക്ക് രക്തം തരണം, കറക്റ്റാണ്, നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളെ നോക്കണം. ഒരു വ്യക്തിക്ക് വരുന്ന ഒരു പ്രശ്നം വ്യക്തിപരമായിട്ട് എടുക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഇത് രക്തം ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് റാപ്പ് ചെയ്തേക്കാം. മനസ്സിലായി, നമുക്ക് ഇനി ഒരു അവസരത്തിൽ ഇരിക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ. ഈ സംവരണത്തിന്റെ എസൻസ് തന്നെ ഇതാണ്, എല്ലാവർക്കും രക്തം കൊടുക്കുക. അതായത് ആനപ്പുറത്ത് ഇരിക്കുന്നതിനും കൊടുക്കുക, ഇവിടെ കിടക്കുന്നതിനും കൊടുക്കുക. അതായത് രക്തം ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ പോരെ, സഹായം ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ പോരെ. തീർച്ചയായും. ഞാൻ ചോദിച്ചതാ, സാമാന്യ നീതിയല്ലേ അത്? ഓക്കെ, എന്താണെങ്കിലും കുറച്ചു നേരം എനിക്കറിയില്ല നമ്മൾ തമ്മിൽ എത്രത്തോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അത്രയും അറിവുള്ള കുറച്ച് പ്രെജുഡീസ് ആയിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നി. പക്ഷേ ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്, നോ പ്രോബ്ലം, യു ക്യാൻ ടോക്ക്. നമുക്ക് എത്ര വേണേലും സംസാരിക്കാം. ഇനി വേണേൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാം. ഇന്നിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലയോ, വ്യക്തിയാണ് പ്രധാനം. Individual is important. That is the message that we always say that. You are equal to me in every sense except ചില എന്താ പറയുക ജനറ്റിക് വ്യത്യാസം, അതേ ഉള്ളൂ. അതിപ്പോ നമ്മള് കൈ നിൽക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താണെങ്കിലും വരണം, നിങ്ങൾ വരണം. ഇവിടെ ഇവിടുത്തെ കാര്യമല്ലേ,
ഞാൻ കോട്ടയമാണ്, പക്ഷെ ഇവിടെയാണ് സ്റ്റേയിങ്. കോട്ടയം വരൂ, തലേന്ന് തന്നെ വരും. യു ആർ വെൽക്കം, മോസ്റ്റ് വെൽക്കം. ഓക്കെ, എന്താണെങ്കിലും കുറച്ച് നേരം സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു വെരി മച്ച്.